വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓടിപ്പോകുന്നവ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 35 അധ്യായം 10 വാക്യം. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. കർത്താവ് വീണ്ടെടുക്കുന്നവരുടെ അടുത്തേക്ക് സന്തോഷവും ആനന്ദവും ഓടിയെത്തുന്നു. അതേസമയം ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതയും ദുരിതവും നീക്കാൻ ചെയ്യാൻ കഴിയൂ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദാമും ഹവ്വയും പാപം ചെയ്ത നിമിഷം മുതൽ ദുഃഖവും കലഹവും ലോകത്തിൽ പ്രവേശിച്ചു. സ്ത്രീ വേദനയോടെ മക്കളെ പ്രസവിക്കേണ്ടതായിരുന്നു. പുരുഷന്റെ നാളുകൾ കഷ്ടതയാൽ നിറഞ്ഞു. സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടത നിറഞ്ഞവനുമാകുന്നു എന്ന് യോബ് 14 അധ്യായം 1 വാക്യത്തിൽ കാണപ്പെടുന്നു. യാക്കോബ് പറഞ്ഞു, എന്റെ തീർത്ഥാടന നാളുകൾ ചുരുക്കവും ദുഷ്ടവുമാണ്. അവ എന്റെ പിതാക്കന്മാരുടെ ആയുഷ്കാലത്തോളം എത്തിയിട്ടില്ല എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 9 വാക്യത്തിൽ കാണപ്പെടുന്നു. ശലോമോന് പോലും വലിയ ജ്ഞാനം, സമ്പത്ത്, പ്രശസ്തി, ബഹുമാനം എന്നിവ ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സമ്മതിച്ചു, സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവയൊക്കെ മായയും വൃദ്ധപ്രയത്നവുമാണെന്ന്. ഇത് സഭാപ്രസംഗി 1 അധ്യായം 14 വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ഈ ദുഃഖത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാനാണ് യേശുക്രിസ്തു വന്നത്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയായി തന്റെ വിലയേറിയ രക്തം അർപ്പിച്ചുകൊണ്ട് അവൻ ഈ കുഴപ്പമുള്ള ലോകത്തിലേക്ക് പ്രവേശിച്ചു. വൃദ്ധവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, മറിച്ച് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞേടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് 1 പത്രോസ് 1 അധ്യായം 18-19 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. നാം ഈ കഷ്ടതയാൽ ഭാരപ്പെടുന്ന ജനക്കൂട്ടത്തിന്റെ ഭാഗമല്ല, വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ബൈബിൾ പ്രഖ്യാപിക്കുന്നു, കർത്താവിന്റെ വീണ്ടെടുപ്പ് ലഭിച്ചവർ മടങ്ങി വന്ന് പാട്ടുപാടിയതും തലയിൽ നിത്യസന്തോഷത്തോടെയും സിയോണിലേക്ക് വരുമെന്ന്. ഇത് യെശയ്യാവ് 35 അധ്യായം 10 വാക്യത്തിൽ കാണപ്പെടുന്നു. നാം യഥാർത്ഥത്തിൽ കർത്താവിന്റെ വീണ്ടെടുപ്പുകാരിൽ പെട്ടവരാണെങ്കിൽ വിഷമിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, യേശുക്രിസ്തു എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ രാജാതിരാജാവിന്റെ മകനാണ്. ഞാൻ കർത്താവിന്റെ സ്വന്തം അവകാശമാണ്. ജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞതുപോലെ, ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയാണ് എന്ന്. ഇത് സഭാപ്രസംഗി 11 അധ്യായം 10 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവ്വഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഇത് യെശയ്യാവ് 54 അധ്യായം 5-6 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, അനേകം കഷ്ടതകളും ഉത്കണ്ഠകളും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ നോക്കുക. അവൻ നിന്നെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നിന്റെ ഹൃദയത്തോട് ദയയോടെ സംസാരിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വിലാപങ്ങൾ 3 അധ്യായം 32-33 വാക്യങ്ങൾ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവൻ കരുണ കാണിക്കും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ വിലാപങ്ങൾ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം എബ്രായർ 10 അധ്യായം 19 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.